Dear students, examples for orientation. We consider an example for an orientation. Take R, that is set of all real numbers, and an orientation on R, 1, 0, infinity. That is, we have the real line, and here is 0 and 1, and we have infinity on both sides. Here is plus infinity and minus infinity. Minus infinity means the minus is a representation of the direction. That is, minus infinity means infinity on the left side, plus infinity means infinity on the right side. So infinity മാത്രം എടുത്താൽ മതി, ആ സൈന് കൺസിഡർ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു ഇൻഫിനിറ്റി. സോ നമുക്ക് തന്ന ഓറിയൻറ്റേഷൻ 1, 0, ഇൻഫിനിറ്റി ആണ്. ദാറ്റ് മീൻസ് ഓറിയൻറ്റേഷൻ മീൻസ് ഇറ്റ് ഈസ് ദി മൂവ്മെൻറ്റ്. ദാറ്റ് ഈസ് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 0യിലേക്ക് പോകുന്നു, 1 to 0, 1 to 0 and 0 to infinity. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 0ക്ക്, ദെൻ 0യിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക്. അതാണ് 1, 0, ഇൻഫിനിറ്റി എന്നുള്ള ഓറിയൻറ്റേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ 1 to 0 ആൻഡ് 0 to, പിന്നെ ഇവിടേക്കുള്ള ഇൻഫിനിറ്റി എടുക്കാൻ പറ്റില്ല, കാരണം ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞു ഇതൊരു ഓർഡേർഡ് ട്രിപ്പിളാണെന്ന് പറഞ്ഞു, ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 1 to 0, 0 to infinity. സോ 0 to infinity മീൻസ് ഇങ്ങോട്ട്, അതായത് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടാണ് മൂവ്മെൻറ്റ് വരുന്നത്. ദാറ്റ് ഈസ്, ഒരാൾ റിയൽ ലൈനിലൂടെ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ റൈറ്റ് സൈഡ് ഇവിടെയും ലെഫ്റ്റ് സൈഡ് ഈ സൈഡിലും ആയിരിക്കും. അതായത് റൈറ്റ് സൈഡിൽ മുകളിലും ലെഫ്റ്റ് സൈഡിൽ താഴെയും വരുന്ന രീതിയിലായിരിക്കും അയാൾ മൂവ് ചെയ്യുക. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാ? ഇപ്പോൾ നമ്മളിവിടെ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് അപ്പർ ഹാഫ് ലൈനും ലെഫ്റ്റ് സൈഡ് ലോവർ ഹാഫ് ലൈനും ആണ്. ദാറ്റ് ഈസ്, with respect to this orientation 1, 0, infinity on real line, the right side is upper half line and left side is lower half line. ഇത് നമുക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഉപയോഗിച്ച് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷനൊന്നും അറിയാതെ തന്നെ പറയാം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കർവിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓറിയൻറ്റേഷൻ അനുസരിച്ച് മൂവ് ചെയ്യുമ്പോൾ, ഒരാൾ മൂവ് ചെയ്യുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള അയാളുടെ റൈറ്റ് സൈഡ് ഏതാണോ അതാണ് കർവിൻ്റെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് ഏതാണോ അതാണ് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ മാത്തമാറ്റിക്കലി ഇത് ചെക്ക് ചെയ്യാൻ നമ്മൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിനും ഡെഫിനിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് ഏത് പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡാണോ നമുക്ക് കാണേണ്ടത്. സോ ഒരു ആർബിട്രറി പോയിൻറ്റ് Z എന്നെടുത്തു, ദെൻ Z1, Z2, Z3, അത് ഓറിയൻറ്റേഷനാണ്. ഇവിടെ എടുത്ത ഓറിയൻറ്റേഷൻ 1, 0, ഇൻഫിനിറ്റി. ഇത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ് ആ പോർഷനെയുള്ള അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. അതായത് ഈ ക്രോസ് റേഷ്യോൻ്റെ ഇമാജിനറി പാർട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ Z റൈറ്റ് സൈഡിലായിരിക്കും, ലെസ് ദാൻ 0 ആണെങ്കിൽ Z ലെഫ്റ്റ് സൈഡിലായിരിക്കും. നമുക്ക് ആ ക്രോസ് റേഷ്യോ ഒന്ന് ചെക്ക് ചെയ്യാം. Z1, 0, ഇൻഫിനിറ്റി. ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് Z minus 0 into 1 minus infinity divided by Z minus infinity into 1 minus 0. ഇൻഫിനിറ്റിയുള്ള ടേംസ് ക്യാൻസൽ ചെയ്തു പോകും. ദാറ്റ് ഈസ് Z/1, ദാറ്റ്സ് ഈക്വൽ ടു Z എന്ന് കിട്ടും. സോ ക്രോസ് റേഷ്യോ ഓഫ് Z1, 0, ഇൻഫിനിറ്റി ഈക്വൽ Z. ദെയർഫോർ ഇമാജിനറി പാർട്ട് ഓഫ് Z1, 0, ഇൻഫിനിറ്റി ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് Z, ദാറ്റ്സ് ഈക്വൽ ടു Y. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0 മീൻസ് Y greater than 0. Y greater than 0 means it is upper half plane. upper half plane ആണ് കിട്ടുക. അതായത് ഇമാജിനറി പാർട്ട് ഓഫ് Z1, 0, ഇൻഫിനിറ്റി ഗ്രേറ്റർ ദാൻ 0 ആയാൽ ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ റൈറ്റ് സൈഡിലായിരിക്കും. ഇങ്ങനെയുള്ള സെറ്റുകൾ എപ്പോഴാണ് ഉണ്ടാവുക? Y greater than 0 ആകുമ്പോഴാണ് ഉണ്ടാവുക. അതായത് Y greater than 0 ആകുമ്പോഴുള്ള റൈറ്റ് സൈഡ്, Y greater than 0 വരുന്നതാണ് റൈറ്റ് സൈഡ്. ദാറ്റ് ഈസ് Y greater than 0 എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് Y ആക്സിസ് വരിക അപ്പർ ഹാഫ് ലൈനിലാണ്. അപ്പർ ഹാഫ് ലൈനാണ് റൈറ്റ് സൈഡായിട്ട് വരിക. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ് ഇതെല്ലാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ട്രാവൽ ചെയ്യുന്നത് നോക്കിയാൽ തന്നെ ഇത് നമുക്ക് ലഭിക്കും. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ വെറുതെ ബൈ ഡയലോഗ് പോരാ, നമുക്ക് മാത്തമാറ്റിക്കൽ
ഡെറിവേഷൻ തന്നെ വേണം. സോ ഏത് പോയിൻറ്റിൻ്റെ സൈഡാണോ ചെക്ക് ചെയ്യേണ്ടത് ആ പോയിൻറ്റിൻ്റെ ക്രോസ് റേഷ്യോ കാണണം വിത്ത് റെസ്പെക്ട് ടു ദ ഓറിയൻറ്റേഷൻ. ഏത് ഓറിയൻറ്റേഷനാണോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ 3 പോയിൻറ്റും പിന്നെ ഒരു ആർബിട്രറി സെറ്റും വെച്ചിട്ട് ക്രോസ് റേഷ്യോ ആണ്. അതിൻ്റെ ഇമാജിനറി പാർട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സെറ്റ് റൈറ്റ് സൈഡിലായിരിക്കും, ലെസ് ദാൻ 0 ആണെങ്കിൽ സെറ്റ് ലെഫ്റ്റ് സൈഡിലായിരിക്കും. We have the picturization, that is orientation 1, 0, infinity. Traveling on this direction, we get the right side is imaginary z greater than 0, that is upper half plane. ഒരാൾ ട്രാവൽ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇങ്ങനെയാണ് വരിക. മാത്തമാറ്റിക്കലി അത് തന്നെ അതേ റിസൾട്ട് തന്നെ നമുക്ക് ബൈ ഡെഫിനിഷൻ അപ്പർ ഹാഫ് ലൈൻ ആണെന്ന് കിട്ടുകയും ചെയ്യും. Now we have next a question. Find an analytic function f from g to c where g equal to set of all z such that real z greater than 0, such that f of g equal to d, where d equal to set of all z such that mod z less than 1. That is, we have to find an analytic function with the property that function f that maps g to d, where g is set of all z such that real z greater than 0, and d such that this is g, and d such that set of all z where mod z less than 1. ജി എന്ന സെറ്റിനെ ഡി എന്ന സെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇനി വാട്ട് ഈസ് ജി? സെറ്റ് ഓഫ് ആൾ സെറ്റ് സച്ച് ദാറ്റ് റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ 0. റിയൽ സെറ്റ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന പോയിൻറ്റുകളുടെ കളക്ഷൻ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുക, ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്. ഈ പോർഷനിലാണ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുക. അതായത് നമ്മൾ റൈറ്റ് ഹാഫ് പ്ലെയിൻ എന്ന് പറയും. റൈറ്റ് ഹാഫ് പ്ലെയിൻ. ഇപ്പോൾ നമ്മുടെ ഇവിടെ റൈറ്റും ലെഫ്റ്റും പറയുമ്പോൾ ഇവിടെ നമ്മൾ ഓറിയൻറ്റേഷനൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന റൈറ്റ് ഹാഫ് പ്ലെയിനിലാണ് കേട്ടോ. അതായത് ഇങ്ങനെയുള്ള ഈ ആരോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ് ഹാഫ് പ്ലെയിൻ ഈ സൈഡിലുള്ള പോർഷൻ, ഇതാണ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. ഈ പോർഷനെ മോഡ് സെറ്റ് ലെസ് ദാൻ 1ലേക്ക് മാപ്പ് ചെയ്യണം. മോഡ് സെറ്റ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അത് യൂണിറ്റ് സർക്കിളാണ്. സെൻറ്റർ 0യും റേഡിയസ് 1ഉം ആയിട്ടുള്ള സർക്കിൾ, അതിലേക്ക് മാപ്പ് ചെയ്യണം. അതായത് മോഡ് സെറ്റ് ഈക്വൽ ടു 1 യൂണിറ്റ് സർക്കിളിലേക്കല്ല, മോഡ് സെറ്റ് ലെസ് ദാൻ 1ലേക്ക്, അതായത് യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഭാഗം. ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ബൗണ്ടറിയാണ് വരിക, ഉള്ളിലേക്ക് ഇൻറ്റീരിയറിലേക്ക് മാപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു ഇത് ജി ആണ്, ഇത് ഡിയും. ഇങ്ങനെയുള്ള ഒരു എഫ്, ഒരു അനലിറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ എഫും ജിയും ഒക്കെ ഒരു ഇൻഈക്വാലിറ്റി കേസിലാണ്. ജിയും ഡിയും എല്ലാം ഇൻഈക്വാലിറ്റി ആയിട്ടാണ് തന്നുള്ളത്. റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഇവിടെ മോഡ് സെറ്റ് ലെസ് ദാൻ 1 ആണ്. നമ്മളിതിൻ്റെ രണ്ടിൻ്റെ ഈക്വൽ കേസ് എടുക്കും. അതായത് റിയൽ സെറ്റ് ഈക്വൽ ടു 0യും മോഡ് സെറ്റ് ഈക്വൽ ടു 1ഉം. റിയൽ സെറ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0, ദറ്റ് ഈസ് വൈ ആക്സിസ് അല്ലെങ്കിൽ ഇമാജിനറി ആക്സിസ് എന്ന് പറയും. ഇത് യൂണിറ്റ് സർക്കിളാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് വൈ ആക്സിസിനെ, അതായത് ഇമാജിനറി ആക്സിസിനെ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കും. ഇമാജിനറി ആക്സിസിനെ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കും. ലെറ്റ് ഇറ്റ് ബി ടി എന്നൊരു മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഇമാജിനറി ആക്സിസിനെ നമ്മൾ ഫസ്റ്റ് സർക്കിളായിട്ട് എടുക്കും, ഗാമ 1. യൂണിറ്റ് സർക്കിളിനെ ഗാമ 2 ആയിട്ട് എടുക്കും. സോ വി ഹാവ് 2 സർക്കിൾസ്, ഗാമ 1 ആൻഡ് ഗാമ 2, ആൻഡ് എ മാപ്പിംഗ് ടി സച്ച് ദാറ്റ് T of gamma 1 equal to gamma 2. Then we apply the orientation principle. Orientation principle അനുസരിച്ച് ഗാമ 1ൻ്റെ റൈറ്റ് സൈഡ്
ടി ഓഫ് ഗാമ വണ്ണിൻ്റെ, അതായത് ഗാമ ടുവിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കും. ഗാമ വണ്ണിൻ്റെ ലെഫ്റ്റ് സൈഡ് ഗാമ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡും ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ പറയുന്നത് അണ്ടർ ടി. സോ ഈ ടി ഫൈൻഡ് ചെയ്യണം. ഒരു മൊബിയസ് മാപ്പ് ഗാമ വണ്ണിനെ ഗാമ ടുവിലേക്ക്, ഇമാജിനറി ആക്സിസിനെ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ടി ഫൈൻഡ് ചെയ്യണം. അതിനുശേഷം ഗാമ വണ്ണിൻ്റെ റൈറ്റ് സൈഡ് ഉള്ള ഒരു പോയിൻറ്റിനെ ഗാമ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള പോയിൻറ്റിലേക്ക് മാപ്പ് ചെയ്യണം. അത് ഓറിയൻറ്റേഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പോർഷനാണ്, അതായത് ഇമാജിനറി ആക്സിസിൻ്റെ ഈ പോർഷൻ, അതിനെ യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിലേക്കാണ് മാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് റൈറ്റ് സൈഡായിട്ടും ഇത് ലെഫ്റ്റ് സൈഡായിട്ടും വരണം, എന്നാലേ നമുക്ക് ഈ പോർഷനെ ഇമാജിനറി ആക്സിസിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഓറിയൻറ്റേഷൻ എടുക്കണം. അതായത് ഒരാൾ ഇങ്ങനെ മൂവ് ചെയ്യണം, മുകളിലേക്ക് മൂവ് ചെയ്യണം, എന്നാലേ ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആവുള്ളൂ. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ അയാളുടെ ലെഫ്റ്റ് സൈഡ് ഇതും റൈറ്റ് സൈഡ് ഇവിടെ ആവണമെങ്കിൽ മുകളിലേക്ക് മൂവ് ചെയ്യണം. സോ ഇമാജിനറി ആക്സിസിൽ നമ്മൾ ഇതിനനുസരിച്ചുള്ള ഒരു ഓറിയൻറ്റേഷൻ എടുക്കണം, 3 പോയിൻറ്റ്സ് എടുക്കണം. അതുപോലെ യൂണിറ്റ് സർക്കിളിൻ്റെ ഇമാജിനറി ആക്സിസിന് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യും. സോ ഇത് റൈറ്റ് ആവും, ഇത് ലെഫ്റ്റ് ആവും. നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഈ പോർഷനെയാണ് മാപ്പ് ചെയ്യേണ്ടത്, ജി ആണിത്. ഇനി നമുക്ക് ജീനെ മൂവ് ചെയ്യേണ്ടത് ഡിയിലേക്കാണ്. ഡി എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോർഷനാണ്. അപ്പോൾ ഓറിയൻറ്റേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇവിടെ റൈറ്റ് സൈഡ് ആണെങ്കിൽ അത് ഇവിടെയും റൈറ്റ് സൈഡിലേക്കാണ് മാപ്പ് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡ് എന്ത് വരണം? സർക്കിളിൻ്റെ ഇൻറ്റീരിയർ വരണം, യൂണിറ്റ് സർക്കിളിൻ്റെ ഇൻറ്റീരിയർ വരണം. അതിനനുസരിച്ചിട്ടുള്ള ഓറിയൻറ്റേഷൻ നമ്മൾ യൂണിറ്റ് സർക്കിളിലും എടുക്കണം. യൂണിറ്റ് സർക്കിളിൻ്റെ ഇൻറ്റീരിയർ ഉള്ളിലുള്ള ഭാഗം റൈറ്റ് സൈഡ് ആണെങ്കിൽ ഒരാളെങ്ങനെ മൂവ് ചെയ്യണം? ആൻറ്റി ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്താൽ ഇവിടെ റൈറ്റും ഇവിടെ ലെഫ്റ്റുമാണ് വരിക. ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്താൽ ഇവിടെ റൈറ്റും ഇവിടെ ലെഫ്റ്റും വരും. സോ ഒരാൾ ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്താലേ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ റൈറ്റ് സൈഡ് ആവുള്ളൂ. സോ അതിനനുസരിച്ചുള്ള ഒരു ഓറിയൻറ്റേഷൻ നമ്മൾ യൂണിറ്റ് സർക്കിളിൽ എടുക്കണം. ഇവിടെയും ജിയുടെ കേസിലും അതിനനുസരിച്ചുള്ള ഒരു ഓറിയൻറ്റേഷൻ എടുക്കണം. അങ്ങനെ 2 ഓറിയൻറ്റേഷൻസ് നമ്മൾ എടുക്കണം. ഏതെങ്കിലും 3 പോയിൻറ്റ്സ് എടുത്താൽ മതി. ഇതേ മൂവ്മെൻറ്റിൽ വരുന്ന 3 പോയിൻറ്റ്സ് ഇവിടെ എടുക്കുക, ഇവിടെ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന തരത്തിലുള്ള 3 പോയിൻറ്റ്സ് എടുക്കുക. സോ ഫസ്റ്റ് വി കൺസിഡർ ദി ഇമാജിനറി ആക്സിസ്. ഇമാജിനറി ആക്സിസിൽ മൈനസ് ഐ 0 ഐ എന്നുള്ള ഓറിയൻറ്റേഷൻ എടുത്തു. ഇതാണ് ഇമാജിനറി ആക്സിസ്. വൈ ആക്സിസിനെയാണ് നമ്മൾ ഇമാജിനറി ആക്സിസ് എന്ന് പറയുന്നത്. മൈനസ് ഐ എന്ന് പറഞ്ഞാൽ -1, വൈ ആക്സിസിലെ -1നെയാണ് നമ്മൾ മൈനസ് ഐ എന്ന് പറയുന്നത്. മൈനസ് ഐ 0 ഐ, അതായത് ഇതിന് നമ്മൾ 0 -1 എന്ന് എഴുതും. ഇത് 0 0, ഇത് 0 1. സോ മൂവ്മെൻറ്റ് ഇങ്ങനെ വരും. നമുക്ക് വേണ്ടത് ഈ പോർഷനാണ്. ഈ പോർഷൻ റൈറ്റ് സൈഡിൽ വരും. ഓക്കെ, സോ ഇമാജിനറി ആക്സിസിൽ -i 0 i എന്നുള്ള ഓറിയൻറ്റേഷൻ എടുത്തു. സോ വി ഗെറ്റ് അവർ റിക്വേർഡ് പോർഷൻ ജി ആസ് റൈറ്റ് സൈഡ് ഓഫ് ഇമാജിനറി ആക്സിസ് എന്ന് കിട്ടും. ഇനി നമ്മൾ ആ ക്രോസ് റേഷ്യോ ഒന്ന് കണ്ടു നോക്കാം. z -i 0 i. By definition it is z minus 0 into z minus 0 into minus i divided by z minus i into minus i minus 0. That is z into minus 2i divided by z minus i into z minus i into minus i. So minus i cancel ചെയ്തു പോകും. 2z by z minus i എന്ന് കിട്ടും. 2z by z minus i. That is cross ratio of z minus 5 0 i. Okay. So we get cross ratio of z minus i 0 i equal to
2z by z minus I. ക്രോസ് റേഷ്യോ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്തായിരിക്കും? ഒരു ബൈ ഡെഫിനിഷൻ ഓഫ് ക്രോസ് റേഷ്യോ ഇതൊരു മൊബിയസ് മാപ്പ് ആയിരിക്കും. അതിനെ നമ്മൾ എസ് എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു 2z by z minus I. ഇനി we take the orientation on യൂണിറ്റ് സർക്കിൾ. യൂണിറ്റ് സർക്കിളിൽ ഒരു ഓറിയൻറ്റേഷൻ എടുക്കണം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരണം എന്ന് പറഞ്ഞു, എന്നാലേ റൈറ്റ് സൈഡിൽ ഇൻറ്റീരിയറിൽ വരൂ. സോ വി ടേക്ക് ദ ഓറിയൻറ്റേഷൻ -i -1 i. -i എന്ന് പറഞ്ഞാൽ 0 - 1 ആണ്. ഇവിടെ വരും 0 - 1, ദാറ്റ് ഈസ് -i. ഇനി -1 ആണ് അടുത്തത്. -1 എന്ന് പറഞ്ഞാൽ -1 0 ആണ്, ദാറ്റ് ഈസ് -1. i ആണ് അടുത്തത്. i എന്ന് പറഞ്ഞാൽ 0 1 ആണ്. i ദാറ്റ് ഈസ് -i എന്ന് സ്റ്റാർട്ട് ചെയ്തു. -i എന്ന് സ്റ്റാർട്ട് ചെയ്തു, -1-ലെത്തി, -1 എന്ന് iലെത്തി. ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ആണ്. സോ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരാൾ, അയാളുടെ റൈറ്റ് സൈഡ് ഇവിടെ ആയിരിക്കും, ലെഫ്റ്റ് സൈഡ് ഇവിടെ ആയിരിക്കും. അതായത് റൈറ്റ് സൈഡ് ഇൻറ്റീരിയർ ആയിട്ട് വരും. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊബിയസ് മാപ്പ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ക്രോസ് റേഷ്യോ z -i -1 i, ദാറ്റ്സ് ഈക്വൽ ടു z -1 ഇൻറ്റു -i ഡിവൈഡ് ബൈ z -i ഇൻറ്റു -i -1. That's equal to z plus 1 into 2i minus 2i divided by z minus I into -i plus 1 -i plus 1. That's equal to 2i by -i plus 1 2i by 2iയുടെ മൈനസും അതേപോലെ താഴെ ഒരു മൈനസ് ക്യാൻസൽ ചെയ്താൽ i -1 ഉണ്ടാവും. i -1 ഇൻറ്റു z plus 1 divided by z minus I. We get 2i by i minus 1 equal to z plus 1 divided by z minus I. That is cross ratio of z minus I 1 minus 1 minus I minus I minus 1 minus I. Sorry, plus I. This is also a Mobius map. We call it as R of z. So we get R of z and S of z. S of z equal to 2z by z minus I and R of z equal to 2i by I minus 1 into z plus 1 by z minus I. This maps imaginary axis റിയൽ ആക്സിസിലേക്ക് മാപ്പ് ചെയ്യും. ഇത് യൂണിറ്റ് സർക്കിളിനെയാണ്. യൂണിറ്റ് സർക്കിളിനെ റിയൽ ആക്സിസിലേക്ക് മാപ്പ് ചെയ്യും. സോ വി ഗെറ്റ് two Mobius maps S and R. First maps imaginary axis to real axis. Second maps unit circle into real axis. നമുക്ക് വേണ്ടത് ഇത് രണ്ടുമല്ല, നമുക്ക് വേണ്ടത് ഇമാജിനറി ആക്സിസിനെ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ നമ്മൾ R ഇൻവേഴ്സ് കൺസിഡർ ചെയ്യാം. R യൂണിറ്റ് സർക്കിളിനെ റിയൽ ആക്സിസിലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ R ഇൻവേഴ്സ് റിയൽ ആക്സിസിനെ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യും. ടേക്ക് R ഇൻവേഴ്സ് കോമ്പോസിഷൻ എസ്. R ഇൻവേഴ്സ് കോമ്പോസിഷൻ എസ് എന്ന് പറഞ്ഞാൽ എസിൻ്റെ ഡൊമൈനിൽ നിന്ന് ആറിൻ്റെ കോഡൊമൈനിലേക്ക്, R ഇൻവേഴ്സിൻ്റെ കോഡൊമൈനിലേക്കാണ് മാപ്പ് ചെയ്യുക. അപ്പോൾ എസിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആക്സിസ് ആണ്. ഇമാജിനറി ആക്സിസിനെ എവിടേക്ക് മാപ്പ് ചെയ്യും? R ഇൻവേഴ്സിൻ്റെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിളാണ്. സോ R ഇൻവേഴ്സ് കോമ്പോസിഷൻ ഈസ് അഗൈൻ എ Mobius map. It maps imaginary axis into unit circle. So we get
two circles gamma 1 as the imaginary axis, gamma 2 as the unit circle, and a Mobius map T equal to R inverse composition S, which maps imaginary axis into unit circle. ഇനി ഈ ടി ഒന്ന് കാണണം. ഇനി ഇവിടെ ഒന്നുമില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഉള്ളത് ഇതിൽ നേരെ ഓറിയൻറ്റേഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ആണ്. രണ്ട് സർക്കിളുണ്ട്. ആ സർക്കിളിനെ, അതായത് ടി ഓഫ് ഗാമ 1 ഈക്വൽ ടു ഗാമ 2 ആണ് ഇവിടെ. ടി ഇമാജിനറി ആക്സിസിനെ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യും. ഒരു മൊബിയസ് മാപ്പ് ഉണ്ട് സച്ച് ദാറ്റ് ടി ഓഫ് ഗാമ 1 ഈക്വൽ ടു ഗാമ 2. ദെൻ ബൈ ഓറിയൻറ്റേഷൻ പ്രിൻസിപ്പിൾ ടിയുടെ റൈറ്റ് സൈഡിലുള്ള ഏത് പോയിൻറ്റിനെ, ടിയുടെ റൈറ്റ് സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് യൂണിറ്റ് സർക്കിളിൻ്റെ ഗാമ 2ൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞു. ടിയുടെ റൈറ്റ് സൈഡിനെ ഗാമ 1ൻ്റെ റൈറ്റ് സൈഡിനെ ഗാമ 2ൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാപ്പ് ചെയ്യും. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാപ്പ് ചെയ്യും. നമുക്ക് അതായത് ഗാമ 1ൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജി ആണ്. സെറ്റ് ഓഫ് ആൾ സെഡ് സച്ച് ദാറ്റ് റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ 0. അതിനെ സെറ്റ് ഓഫ് ആൾ സെഡ് സച്ച് ദാറ്റ് മോഡ് സെഡ് ലെസ് ദാൻ 1ലേക്ക്, അതായത് ഡിയിലേക്ക് മാപ്പ് ചെയ്യും. അത്രേ പറയാനുള്ളൂ. പക്ഷേ അവിടെ ടി നമ്മൾ ആർ ഇൻവേഴ്സ് കോമ്പോസിഷൻ എസ് എന്നാണ് എഴുതിയത്. ആ ടി ഒന്ന് അതിൻ്റെ മൊബിയസ് മാപ്പ് ഫോമിലുള്ള എ സെഡ് പ്ലസ് ബി ബൈ സി സെഡ് പ്ലസ് ഡി ഫോമിലുള്ള ആ ഒരു ഡെറിവേഷൻ ഒന്ന് നോക്കാം. ടി ഈക്വൽ ടു ആർ ഇൻവേഴ്സ് കോമ്പോസിഷൻ എസ്. അപ്പോൾ ആദ്യം ആർ ഇൻവേഴ്സ് കാണണം. ആർ ഇൻവേഴ്സ് കാണാൻ വി ഹാവ് ആർ ഈക്വൽ ടു 2i by i minus 1 into z plus 1 by z minus i ആണ്. അപ്പോൾ ആർ ഇൻവേഴ്സ് കാണാൻ വി ടേക്ക് ഇറ്റ് ആസ് w. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ i minus 1 into z minus i into w equal to 2i into z plus 1. That's equal to w into ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ സെഡ് മൈനസ് സെഡ് പ്ലസ് 1 പ്ലസ് ഐ എന്ന് വരും. റൈറ്റ് സൈഡിൽ 2iz പ്ലസ് 2i, wiz മൈനസ് wz പ്ലസ് w പ്ലസ് iw മൈനസ് 2iz മൈനസ് 2i ഈക്വൽ ടു 0. സെഡുള്ള ടേംസ് ഇൻവേഴ്സാണ് കാണേണ്ടത്. സോ നമുക്ക് z ഈക്വൽ ടു എന്ന് കിട്ടണം. iw മൈനസ് w മൈനസ് 2i ഈക്വൽ ടു 2i മൈനസ് w മൈനസ് iw. So z equal to minus w minus iw plus 2i divided by iw minus w minus 2i. w common ആയിട്ട് എടുത്താൽ w into minus 1 minus i plus 2i divided by താഴെ w into minus 1 plus i minus 2i. This is r inverse. So z in the term എഴുതിയാൽ r inverse of z equal to minus 1 minus i into z plus 2i divided by minus 1 plus i into z minus 2i. This is r inverse. We have to find t equal to r inverse composition s. That is r inverse of s. അപ്പോൾ r ഇൻവേഴ്സിലെ സെഡിൻ്റെ പ്ലേസിൽ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ്സ് r inverse of s of z equal to minus 1 minus i. സെഡിൻ്റെ സ്ഥാനത്ത് എസ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 2z by z minus i ആണ്. പ്ലസ് 2i whole divided by minus 1 plus i into 2z by z minus i minus 2i. അപ്പോൾ z minus i കോമൺ ഡിനോമിനേറ്റർ ആക്കുക. സോ minus 1 minus i into 2z plus 2iz
I into I square minus 1 plus 2. ആ z മൈനസ് ഐ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു പോവും. താഴെ മൈനസ് 1 പ്ലസ് ഐ ഇൻറ്റു 2z മൈനസ് 2iz മൈനസ് 2. ദാറ്റ്സ് ഈക്വൽ ടു minus 2z minus 2iz plus 2iz plus 2 divided by minus 2z plus 2iz minus 2iz minus 2. ഈ 2iz ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി മൈനസ് 2z പ്ലസ് 2 ഡിവൈഡ് ബൈ മൈനസ് 2z മൈനസ് 2. 2 ക്യാൻസൽ ചെയ്ത് പോയാൽ minus z plus 1 divided by minus z minus 1. Minus outside എടുത്താൽ z minus 1 divided by z plus 1 എന്ന് കിട്ടും. R inverse composition S, that is t of z. t of z equal to z minus 1 by z plus 1. ഈ t ആയിരിക്കും. ഈ മോബിയസ് മാപ്പ് t ആണ്. ഇമാജിനറി ആക്സിസിനെ ഇമാജിനറി ആക്സിസിനെ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യുന്ന മോബിയസ് മാപ്പ് ടി ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് മൈനസ് 1 ഡിവൈഡ് ബൈ സെഡ് പ്ലസ് 1 ആയിരിക്കും. ഇതേ മാപ്പിംഗ് തന്നെ ഇമാജിനറി ആക്സിസിൻ്റെ റൈറ്റ് സൈഡിനെ യൂണിറ്റ് സർക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് മാപ്പ് ചെയ്യും. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ടി ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് മൈനസ് 1 ബൈ സെഡ് പ്ലസ് 1. ഇമാജിനറി ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏതെങ്കിലും പോയിൻ്റ് എടുക്കുക. ദാറ്റ് ഈസ് ജീനെ ഡിയിലേക്ക് മാപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ജി എന്ന് പറഞ്ഞാൽ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന ഏതെങ്കിലും പോയിൻ്റ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന പോയിൻ്റ്. നമുക്ക് സെഡ് ഈക്വൽ ടു ഒരു 3 എടുത്ത് നോക്കാം. സെഡ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 3 ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. ടി ഓഫ് 3 എന്താ കിട്ടുക നോക്കാം. ടി ഓഫ് 3 ഈക്വൽ ടു 3 മൈനസ് 1, 2/4. 2/4 എന്ന് പറഞ്ഞാൽ 1/2. ഇത് ഡിയിലുണ്ടാവുമെന്ന് പറഞ്ഞു. ഡി എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് സെഡ് ലെസ് ദാൻ 1 ആയിട്ടുള്ള സെഡുകളുടെ കളക്ഷൻ. മോഡ് സെഡ് മോഡ് 1/2 1/2 ആണ്, ലെസ് ദാൻ 1 ആണ്, സർക്കിളിൻ്റെ ഇൻറ്റീരിയറിലുണ്ടാവും. സോ ഇമാജിനറി ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും ഈ മാപ്പിംഗ് സർക്കിളിൻ്റെ യൂണിറ്റ് സർക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് മാപ്പ് ചെയ്യും. ദാറ്റ്സ് ദി സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. നമുക്ക് വേണ്ട അനലറ്റിക് ഫങ്ഷൻ ടി ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് മൈനസ് 1 ബൈ സെഡ് പ്ലസ് 1 ആണ്. നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ലെങ്തി ആണെന്ന് തോന്നും. ഇത്രേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് റൈറ്റ് ഹാഫ് പ്ലെയിനെ യൂണിറ്റ് സർക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് മാപ്പ് ചെയ്യണം, ജീനെ ഡിയിലേക്ക് മാപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബൗണ്ടറി എടുത്തു. ഇമാജിനറി ആക്സിസിനെ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു മൊബിയസ് മാപ്പ് കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെ ഓറിയൻറ്റേഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തു. അതിൻ്റെ റൈറ്റ് സൈഡ് യൂണിറ്റ് സർക്കിളിൻ്റെയും റൈറ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ ആ സൈഡ് റൈറ്റ് സൈഡ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറിയൻറ്റേഷൻ അതുപോലെ എടുത്തു. മുകളിലേക്ക് മൂവ് ചെയ്താലേ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ 0 റൈറ്റ് സൈഡ് ആവുള്ളൂ. അതേപോലെ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ റൈറ്റ് സൈഡ് ആവണമെങ്കിൽ ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യണം. അതുകൊണ്ടാണ് ആ ഓറിയൻറ്റേഷൻ അങ്ങനെ എടുത്തത്. അവിടെ ഓറിയൻറ്റേഷൻ എടുത്ത പോയിൻറ്റ്സ് നമുക്കതിൻ്റെ പിക്ചറും നോക്കാം. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ എടുത്തത്. -i 0 i ആണ് എടുത്തത് ഇമാജിനറി ആക്സിസിൽ. ഇവിടെ എടുത്തത് -i -1 i എന്നാണ്. ഇതേ പോയിൻ്റ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഏതെങ്കിലും 3 പോയിൻ്റ് എടുത്താൽ മതി. അത് എസ്സിലായാലും ഇമാജിനറി ആക്സിസ് ആയാലും സർക്കിളിലായാലും ഏത് 3 പോയിൻ്റ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇവിടെ അയാൾ ട്രാവൽ ചെയ്യുന്ന ആൾ മുകളിലേക്ക് ട്രാവൽ ചെയ്യണം, ഇവിടെ ക്ലോക്ക് വൈസിലും ട്രാവൽ ചെയ്യണം. അങ്ങനെയുള്ള ഏത് പോയിൻ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോഴൊക്കെ ഈ യുണീക്ക് z-1 ബൈ z+1 എന്നുള്ള മോബിയസ് മാപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.